Fatima, Anisha. Okay, Smita, good afternoon. Okay, let us start. Let us start. Okay, Sydney, Anisha, Fatima, Manu, Adira, Anju, Jasmine. Okay, let us start. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വിവിധങ്ങളായ ടെൻസുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഏതാണ്ട് 6 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ വന്നെത്തി നിന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് ഞാനൊന്ന് പറയുകയാണ്. നമ്മൾ 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരെയുള്ള വിവിധങ്ങളായ ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് അടുത്ത ഒരു ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഇറ്റ് ഷോസ് ആൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ജസ്റ്റ് മുമ്പ് സംഭവിച്ചത്, അല്പം മുമ്പ് സംഭവിച്ചത്, തൊട്ട് മുമ്പ് സംഭവിച്ചത്, ആ സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. അപ്പൊ യെസ് പ്ലസ് ഓക്കെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ V3 വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് മീൻസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ്, ആ വെർബിന്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ അതിന്റെ ഒന്നുകൂടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് ഞാൻ അവിടെ പറയുകയാണ്. ഐ സബ്ജക്റ്റ് ആണ്. ഐ കഴിഞ്ഞാൽ ഹാസ് വരും, ഹാവ് വരും, ഹാവ് വരും, ഐ ഹാവ്. പിന്നെ ഒരു വെർബിന്റെ മൂന്നാമത്തെ ഫോം പറയുക. ഗോ എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോ, വെന്റ്, ഗോൺ എന്നാണ്. എന്ന് പറയും. ഓക്കെ ഫാത്തിമ, ഐ ഹാവ് ഗോൺ. ശരി, അത് കറക്റ്റ്. ഓക്കെ അനീഷ, കറക്റ്റ് ആണ്. സബ്ജക്റ്റ് എഴുതുന്നു, വെർബ് എഴുതുന്നു, സബ്ജക്റ്റ് എഴുതുന്നു, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന്. ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞു, ഐ ഹാവ് ഗോൺ. ഇനി സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ അപ്പൊ നമ്മൾ ഹാവിന് പകരം ഇത് ഉപയോഗിക്കുന്നു, ഹാസ് ഉപയോഗിക്കണം. ഷീ ഹാസ്. ടേക്ക് എന്നൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ടേക്കൻ. ഷീ ഹാസ് ടേക്കൻ ദ ബുക്ക്. ഓക്കെ. ഐ ഹാവ് ടോട്ട്. ടീച്ച് എന്നുള്ളൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടോട്ട്. ഐ ഹാവ് ടോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ. ഓക്കെ. അപ്പൊ സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ V3 മൂന്നാമത്തെ. ഓക്കെ. നിങ്ങൾ അതൊക്കെ ഒന്നിയുടെ വാചകങ്ങൾ ഒന്ന് പറഞ്ഞ്. ഷീ ഹാസ് സീൻ എ പിക്ചർ. കറക്റ്റ് ആണ് അമൃത. ഷീ ഹാസ് സീൻ എ പിക്ചർ. ഇനി
She has seen the picture. I have finished my homework. Simi correct. I have finished my homework. Correct. I have watched the movie. Correct. I have watched the movie. Adira, I have done my work. Correct. Fatima, he has broken the glass. Correct. Sanira, we have gone for a walk. Maskilat, I have eaten the breakfast. Correct. Ellam is correct. Present perfect subject plus has Amartha, he has walked to the road. റോഡിലൂടെ നടന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ആ ടു എന്നുള്ള മാറ്റിയിട്ട് along the road. ആണ് correct. He has written the letter. Okay, Alfian, correct. റോഡിലേക്ക് നടന്നു എന്നാണെങ്കിൽ ടു കറക്റ്റ് ആണ്. റോഡിലൂടെ എന്നാണെങ്കിൽ along ലൂടെ along. Yes. I have passed exam. Okay, that's correct. I have seen that film. Okay, Alfia correct. They have already eaten the dinner. Okay, Simi correct. Raju has just gone out to the market. Okay, Nisha. She has taken the mobile. Correct. She has taken the mobile. This present perfect. Present perfect. Present perfect. Okay. Present perfect in the subject plus I have helped him before. Okay. And you correct. He has taken some water. Okay. Nandana. Present perfect in the subject answer have പിന്നെ വെർബ് എഴുതി ആ വെർബിന്റെ ഫസ്റ്റ് വേർഡ്സ്. ഇനി നമുക്ക് വേണ്ടത് അതേ സെന്റൻസിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളാണ്. നെഗറ്റീവ്. അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ട. ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി? അതിന്റെ നെഗറ്റീവ് വാചകങ്ങളായി. ഐ ഹാവ് നോട്ട് ഗോൺ. ഷീ ഹാസ് നോട്ട് ടേക്കൺ. They have not seen. ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബായിട്ടുള്ള ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഐ ഹാവ് നോട്ട് ഗോൺ. നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് യു ഹാവ് നോട്ട് കം. അവൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഷീ ഹാസ് നോട്ട് സ്റ്റഡീഡ്. ഓക്കെ. മസീദ് ഐ ഹാവ് നോട്ട് റിസീവ്ഡ് ദ ഇമെയിൽ യെറ്റ്. ഓക്കെ. ആതിര they have not listened. Listen to that. കേട്ടോ. സുധി, നവിത, yes. She has not reached yet. Okay. The Tasrifa correct. She has not finished her work. Correct. They have not eaten lunch. Jasmine. I have not gone for a movie. Sulfat. You have not finished your work. Lechu. Correct. She hasn't worked hard. Okay, Amrita. She hasn't worked hard. Correct. Subject has have not. She has not done his work. So he has not finished her work. But he has finished her work through his work. Nandana, she has not taken the book. Okay. It hasn't rained this week. I haven't finished my homework. Nishida, he has not eaten. Okay, Alfia. Yes, correct. അപ്പോൾ നമുക്ക് മനസ്സിലായി സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ ഷെമിങ് he has not വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ walked. അത് കഴിഞ്ഞതിന് ശേഷം ഫോർ വെച്ച് ഒക്കെ പറഞ്ഞു കേട്ടോ. ഒരു ഹാസ് നോട്ട് കഴിഞ്ഞിട്ട് വെർബിന്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ.
അപ്പൊ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് ഓക്കെ, നമ്മൾ അടുത്ത് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളും നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കിടക്കുന്നത് ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ വേർഡിലേക്കാണ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വേർഡിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം പറയുക. അപ്പൊ അതെന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് പറഞ്ഞു. അപ്പൊ നമുക്കത് വെച്ച് പറഞ്ഞു നോക്കാം. ഹാവ് യു ടേക്കൻ ദി അംബ്രല്ല? നിങ്ങൾ ആ അംബ്രല്ല എടുത്തു കഴിഞ്ഞു? ഹാവ് യു യൂസ്ഡ് ദ ഫ്രൂട്ട്സ്? നിങ്ങൾ ആ ഫ്രൂട്ട്സ് ഉപയോഗിച്ചു കഴിഞ്ഞു? ഹാവ് യു യൂസ്ഡ് ദ മൊബൈൽ? നിങ്ങൾ ആ മൊബൈൽ ഉപയോഗിച്ചു കഴിഞ്ഞു? അപ്പൊ ഹാസോ ഹാവോ ആദ്യം പറഞ്ഞിട്ട് സബ്ജക്റ്റ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിട്ട് അത് മാറുന്നു. ഹാസ് ഷീ ഗോൺ ടു അമേരിക്ക? അവൾ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞു. ഹാസ് ഷീ ഗോൺ ടു? ഹാസ് ഷീ എവർ ട്രാവൽഡ് അലോൺ? ഓക്കെ. മസ്ജിദ്, ഹാവ് യു ഡൺ യുവർ വർക്ക്? അതിര, ഹാവ് യു ഡൺ ദ വർക്ക്? ശ്രുതി, ഹാസ് ഷീ ഫിനിഷ്ഡ് ഹെയർ ബ്രേക്ക്ഫാസ്റ്റ്? എല്ലാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്, കാരണം ഇത് ചോദ്യമാണ്. ഹാവ് യു സ്വിച്ച്ഡ് ഓഫ് ദ ലൈറ്റ്? ഓക്കെ ഓക്കെ, ഹാവ് യു സ്വിച്ച്ഡ് ഓഫ് ദ ലൈറ്റ്? ശ്രുതി, യെസ്. നന്ദന, ഹാവ് യു സീൻ ദ ബുക്ക്? ഹാവ് യു സീൻ ദ ബുക്ക്? ഓക്കെ ഓക്കെ ഓക്കെ. Simi, have you seen that movie? Have you seen this movie? Yes. Have you seen the movie? Oh, okay. So correct. This is Sudhiyam പറഞ്ഞത്. He, has she written? Sudhi, has she written the book? Fatima, have you gone to market? Okay. Navida, have you finished your homework? Okay. Has she gone? Gone. She has when a sentence is മൂന്നാമത്തെ form. Has she gone? G-O-N-E, gone. Have you ever seen a rainbow? Okay. The Srifa, has she finished her work? Anisha, have you seen them going? Sulfat, have you passed the examination? Alfia, have we come? Yes. Okay. അപ്പൊ ഞാൻ ടെൻസിയനോട് അവസാനിപ്പിക്കുകയാണ്. ടെൻസിയനോട് നിർത്തുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ 7 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതില് പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ്, ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇതിന്റെ അർത്ഥത്തിലുള്ള ഒരു വ്യത്യാസം കൂടി ഒന്ന് പറയുകയാണ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ടേക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് എടുക്കുക. സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയായിരിക്കും. ഇപ്പൊ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞു മീൻസ് ജസ്റ്റ് എടുത്തു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് നോക്കിയത് വേറൊരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. അപ്പോ സിമി ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് സിമിയോട്. ചോദിക്കുന്നത് സിമിയോടാണ് എങ്കിലും ചോദ്യം എല്ലാവരോടും കൂടിയാണ്. അപ്പൊ ആദ്യം സിമി ഉത്തരം പറയുന്നത് മാത്രമേ. അതായത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വീക്ഷണത്തിൽ സക്സസ്ഫുൾ ആയ, വിജയിച്ചു എന്ന് 100% വിജയിച്ചു എന്നല്ല, എങ്കിലും വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അതൊരു പക്ഷെ നിങ്ങളുടെ ചിലപ്പോൾ ഒരു അയൽവാസി ആയിരിക്കും. പണ്ട് വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടിലൊക്കെ കഴിഞ്ഞിരുന്ന് അവര് ഇപ്പോൾ ജീവിതത്തിൽ വിജയിച്ചത് ഉണ്ടാവാം. ഒരു പക്ഷെ പഠിപ്പോട് വിജയിച്ചതായിരിക്കും. അത് അങ്ങനെ ജോലി കിട്ടി അങ്ങനെ കയറി വന്നായിരിക്കും. നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും.
നമുക്ക് ചുറ്റുമുള്ള ആളുകളില്, വലിയ ഇന്റർനാഷണൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളില്, നമ്മുടെ ബന്ധുക്കളുടെ ഇടയില്, അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസികളുടെ ഇടയില്, സുഹൃത്തുക്കളുടെ ഇടയില് നമുക്ക് സൗഹൃദ വലയത്തിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് വിജയിച്ചു എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, നമുക്ക് തോന്നും. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ദി മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു സക്സസ്ഫുൾ പേഴ്സൺ. അപ്പൊ നിങ്ങൾക്ക് പറയാം ദ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ മൈ ലൊക്കാലിറ്റി, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മീ ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഈസ് മൈ ആന്റി. എന്നിട്ട് നിങ്ങൾ ആന്റിയെ കുറിച്ച് പറയരുത്. She was actually living in a very poor and sympathetic condition, but she was good in studies. She studied course. Finally, she was employed abroad. Now they are living happily with abundance of money. So, according to me, I see them, I see her as a successful person in my locality. In the locality, ഞാൻ വിജയിച്ചതായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അവര്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ, ഏറ്റവും കൂടുതൽ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തി, ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൊക്കാലിറ്റി. ഇൻ യുവർ ലൊക്കാലിറ്റി. അപ്പൊ നിങ്ങളുടെ ആ സർക്കിളിലുള്ളത് മതി. നിങ്ങളുടെ സർക്കിളിൽ നിന്ന് ഒരു വിജയിച്ച മനുഷ്യൻ നിങ്ങൾ കണ്ടെത്തുക. ഓരോരുത്തരും അതുണ്ടാവും. നിങ്ങൾക്ക് പരിചയമുള്ള 100 കണക്കിന് ആൾക്കാരുണ്ടാവില്ലേ, അതിൽ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും. പല ആളുകളെയും നമ്മൾ നിരീക്ഷിക്കാറില്ലേ, ക്ലോസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറില്ലേ. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, അവൻ വിജയിച്ചു, അവന്റെ തീരുമാനങ്ങൾ കറക്റ്റ് ആയിരുന്നു, ഉചിതമായ തീരുമാനം കൃത്യമായ സമയത്ത് എടുത്തതുകൊണ്ട് അവൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പല ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ മൈ ലൊക്കാലിറ്റി. എന്റെ ലൊക്കാലിറ്റിയില്, എന്റെ സർക്കിളില് സക്സസ്ഫുൾ പേഴ്സൺ എന്ന് ഞാൻ പറയുന്ന ആരെയാണ്? സിമി, യുവി, ആർ യു റെഡി? ഓക്കെ. അത് കഴിഞ്ഞാൽ ഫാത്തിമത്തെ, മനു, സനീര റെഡിയായോ? കേട്ടോ, മനു, സനീറ. ഓക്കെ, സിമി പറഞ്ഞോളൂ. മതി മതി മതി, അത് മതി, അത് മതി. ട്രൈ ചെയ്താൽ മതി, ബാക്കി ഞാൻ സപ്പോർട്ട് ചെയ്യും. My father is the most successful person in my life. Yes. Okay. Okay. I know because he has constantly demonstrated the power of hard work. Yes. And dedication and integrity throughout his life. Facing challenges, he always preserved and provided for our family. Yes. His strong work factor. Yes. His genuine care and support. Yes. Has been a constant source of inspiration for me. Yes. And then teaching me the true meaning of success beyond just material achievements. Yes. That's all. Okay, very good. Appo Simi പറഞ്ഞത് her father is a most successful person that she has seen. സിമി കണ്ടതിൽ വെച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയ പേഴ്സൺ സിമിയുടെ അച്ഛൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് സിമിയുടെ അച്ഛനെ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് വിളിച്ചത് എന്നുള്ള കാരണം സിമി പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കാം, അല്ലേ? പണ്ട് ഒരു അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ റോൾ മോഡല് ആരാണ് എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഓരോരുത്തര് ചെറിയ ക്ലാസ് അല്ലേ, അപ്പൊ ചെറിയ ക്ലാസ്സിലെ ഇപ്പൊ കുട്ടികൾ എഴുതി ഗാന്ധിജി, നെഹ്റു, അങ്ങനെ 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 ഒരുപാട് പേരുകൾ എഴുതി. ഒരുപാട് പേരുകൾ പല പേരായിട്ട്. ഒരു കുട്ടി മാത്രം എന്തെഴുതി? അമ്മ എന്നെഴുതി. അവന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പണിക്ക് പോകുന്ന സ്ത്രീയാണ്. പക്ഷെ അവൻ എഴുതിയത് മൈ റോൾ മോഡൽ ഈസ് മൈ മദർ. അപ്പോ ഞാൻ പറയുന്നത് എന്റെ ഏറ്റവും നല്ല റോൾ മോഡൽ എന്ന് ഞാൻ പറയുന്നത് എന്റെ അമ്മയാണ്. അപ്പൊ അധ്യാപകന് ജിജ്ഞാസയായിട്ട് തോന്നി, നിന്റെ അമ്മത്തെ വലിയ പ്രശസ്തി ഒന്നുമില്ല, സാധാരണ പണിക്ക് പോകുന്ന നിന്റെ അമ്മ നിന്റെ റോൾ മോഡലോ?
അപ്പൊ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ നിന്റെ അമ്മയെ റോൾ മോഡൽ എന്ന് പറയാൻ കാരണം? അതായത് എന്റെ അച്ഛൻ രാവിലെ 7 മണിക്ക് ജോലിക്ക് പോകും, ഞങ്ങൾ 9 മണിയാകുമ്പോൾ സ്കൂളിലേക്ക് വരും. അപ്പൊ അതിനു മുമ്പേ തന്നെ ഭക്ഷണമെല്ലാം വെളുപ്പിന് എഴുന്നേറ്റ് റെഡിയാക്കി തരുന്ന എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട റോൾ മോഡൽ. എനിക്ക് പണ്ടൊരു കളിപ്പാട്ടം ഉണ്ടായിരുന്നപ്പോ, ടോയ്സിനായിരുന്നപ്പോ, അത് പൊട്ടിയപ്പോ അത് നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നത് എന്റെ അമ്മയാണ്. അപ്പൊ ഞാൻ കണ്ട ആദ്യത്തെ എഞ്ചിനീയർ എന്റെ അമ്മയാണ്. ഐ സോ ദ ഫസ്റ്റ് എഞ്ചിനീയർ, ദാറ്റ് ഈസ് മൈ മദർ. പിന്നെ ഞാൻ ഫുട്ബോൾ കളിച്ച് വീണ് കാല് പൊട്ടി വീട്ടിൽ ചെന്നപ്പോ എനിക്ക് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി തന്നത് എന്റെ ബാൻഡേഡ് പൊട്ടിച്ച് പിറ്റേ ദിവസം എന്നെ സ്കൂളിൽ പോകാൻ പ്രാപ്തനാക്കിയത് എന്റെ അമ്മയാണ്. ഞാൻ ആദ്യം കണ്ട ഡോക്ടർ എന്റെ അമ്മയാണ്. ഞാൻ ആദ്യം കണ്ട നേഴ്സ്, ആദ്യം കണ്ട ഡോക്ടർ, ആദ്യം കണ്ട എഞ്ചിനീയർ, ഇതെല്ലാം എന്റെ അമ്മയാണ്. സോ ഷീ ഈസ് മൈ റോൾ മോഡൽ. അതുകൊണ്ട് മറ്റാരുമല്ല, എനിക്ക് എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ. യെസ്, ഒരുപക്ഷെ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ മക്കൾ പിന്നീട് പറയും. അവരോട് ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ ഹൂ ഈസ് ദ റോൾ മോഡൽ, അപ്പൊ ഒരുപക്ഷെ അവർ പറയും മൈ മദർ ഈസ് മൈ റോൾ മോഡൽ. മൈ ഫാദർ ഈസ് മൈ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞതുപോലെ പറയാൻ പറ്റും. ഓക്കെ ഫാത്തിമ? ഫാത്തിമ ഷാജി. Yes, sir. Who is the most successful person in your country? Sir, I have to mention 2 people. Yes, okay. First of all, my father. Yes. After 10th, he started a business because of the family background. Yes. He was very good in mathematics. At the beginning, he was also faced so many problems, cheated by some people, and Yes. so on. Then he taken lesson from the losses and made his foundation. Started Yes. to study the possibilities and started the business. Now it's grows. Now he has on 2 business with a settled family, having some asset and live happily. Yes. Who is The person? second one is my husband's cousin. Yes. His name is Jabir. He is from an average family, and his parents are not well educated at all. And in Yes. first attempt, he failed in the 10th exam. Then he started struggling. So he decided to write the exam again. Yes. Then he passed the exam. Then study. Then he took the PhD. Yes. And now working as a professor, working as a professor. Now he is working as a central government officer in research department in Pondicherry. Yes. ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. ഫാത്തിമ പറഞ്ഞതിൽ 10th സ്റ്റാൻഡേർഡിൽ പരാജയപ്പെട്ടാണ് പിന്നെ PhD എടുത്ത് പ്രൊഫസറായി റിസർച്ച് വിങ്ങിനോട് ജോയിൻ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വന്നു. ഇതുപോലെയുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ സക്സസ്ഫുൾ എന്ന് കാണുന്ന ആളുകളല്ലേ. ഒരുപക്ഷെ ജീവിതത്തിന്റെ വളരെ താഴെ കിടന്നിട്ട് നിങ്ങളുടെ ആ ഒരു പ്രായത്തിന്റെ ലൈഫ് സ്പാനിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? യെസ്, അങ്ങനെയുള്ള ദാറ്റ് ഈസ് യുവർ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൊക്കാലിറ്റി. ഓക്കെ ഫാത്തിമ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞു ഫാത്തിമ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വേറെ എന്റെ പേരോട് പറഞ്ഞിരുന്നല്ലോ, പേര് ഞാൻ മറന്നുപോയി. ആരൊക്കെയായിരുന്നു ഫാത്തിമ കഴിഞ്ഞാല്? യെസ്, ഞാനെങ്കിലും പറയട്ടെ സാറേ, ഞാനൊന്ന് പറഞ്ഞു. ലച്ചു, അഞ്ജലി, അലീഷ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അത് നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാനും നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷനും കൂടിയാണത്. ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ. സംടൈംസ് ഇറ്റ് മേ ബി യുവർ ഫാദർ ഓർ യുവർ മദർ ഓർ യുവർ കസിൻ ഓർ നൈബേഴ്സ് or your friends or your relatives. Yes. Who is a successful person in your locality? എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? യെസ്, പറയൂ.
ഓക്കെ ഓക്കെ. ലച്ചു ഒരു 5 മിനിറ്റ് കൂടി സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലച്ചു അത് കഴിയുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു. അഞ്ജു, ആർ യു റെഡി? ആർക്ക് വേണമെങ്കിലും പറയട്ടെ. ഞാൻ പേര് പറയുന്നത് സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് അതായിരിക്കണം നമ്മളുടെ രീതി. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്, ശ്രുതി, ശ്രുതി അഖിൽ. പറയൂ ശ്രുതി, പറയൂ ശ്രുതി. The most successful man is my father. മൈ ഫാദർ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോ. ശബ്ദം കുറച്ച് കുറവാണ്, പറയും കൂട്ടിയിട്ട് പറഞ്ഞു. He's not studied well. He is only studying fourth class. Yes. And he's a carpenter. Yes. His hard work makes him success. Yes. In 24 years old, he built a home and married my mother. Yes. And also പറഞ്ഞോ. ശ്രുതി പറയുമ്പോൾ ശ്രുതിയുടെ വാക്കുകളിന്റെ അപ്പുറത്തേക്ക് ശ്രുതിയുടെ മനസ്സ് ഞങ്ങൾ കാണുന്നുണ്ട്. യെസ്, ഫാദറിനോടുള്ള ഇഷ്ടവും ഞങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ ശ്രുതി, ശ്രുതി ഒന്നുകൂടി ഒന്ന് എഴുതി നോക്കുക. പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതി നോക്കുക. ഞാൻ സമയം കൂടി തരാം. ഓക്കെ 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 ഓക്കെ. ആ പോയിന്റ് മാത്രമേ. അപ്പൊ ശ്രുതി പറഞ്ഞത് ശ്രുതിയുടെ ഫാദറാണ് ശ്രുതിയുടെ ഏറ്റവും വലിയ സക്സസ്ഫുൾ പേഴ്സൺ. അതിന് കാരണം ശ്രുതി പറഞ്ഞു. ഓക്കെ ഓക്കെ, അതൊന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്തോളൂ. ഭംഗിയായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, സുൽഫത്ത്. സുൽഫത്ത്, ഞാൻ പറയാൻ വേണ്ടി നോക്കി നിൽക്കണ്ട. ഞാനൊന്ന് പറഞ്ഞു. അലോന ബിജു പറഞ്ഞു നോക്കുക. അലോന, who is a successful person in your locality or in your life? നമ്മൾ ഈ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് ഞാൻ പറയാം. ഒരു 5 മിനിറ്റ് കേട്ടാ സുൽഫത്തെ, ഒരു വെയിറ്റ് 5 മിനിറ്റ്. അതായത് സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറെ പൈസ ഉള്ള ആളാവണമെന്നില്ല. ചിലപ്പോൾ പൈസയൊക്കെ ഉണ്ടാവുക, പക്ഷെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. നമുക്കൊരു ഹാപ്പിനെസ് വേണ്ടേ. ചിലപ്പോ ചെറിയ വീടായിരിക്കും, മറ്റു പക്ഷെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ആ വീടുകളിലേക്ക് നമുക്ക് കയറി ചെല്ലുമ്പോൾ വളരെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ചില വീടുകളുണ്ട്. ആ ഹാപ്പിനെസ് ആണ്. യെസ്, അപ്പൊ സക്സസ് എന്ന് നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത്. സമ്പത്ത് എന്നുള്ള രീതിയിൽ പരിഗണിക്കേണ്ടതില്ല. ഓക്കെ, അലോന ബിജു, സക്സസ്ഫുൾ പേഴ്സൺ. അങ്ങനെ ആളുണ്ട്, അലോന കണ്ടിട്ടുണ്ട് ഇല്ലേ? In my life, my most inspiration woman, my husband's elder sister. My husband's elder sister. My husband's elder sister. She is the successful person according to me. Okay. ഇനി എന്തുകൊണ്ടാണ് my husband's sister is the successful person എന്ന് അലോന പറയുന്നത്? Okay, carry on അലോന. Because she's in her childhood she studied very well, but parents are not supported to her, because poverty is main problems and money is another problem. So parents are not supported to her. Then when she that time she took so many scholarships, awards, and took so many tuitions. Then she studied most very well.
most very well. Yes. Then after marriage, she got a TTC job. After that, she got a TTC job. Then that time Yes. she studied higher studies in English, master in English, MA English. Master's degree. Okay. MA English. Then after she took when a set exam. Then she got a high school teacher in English in high school. Then Yes. now she is in higher secondary principal. Then Yes. coming May she is returned in her job. Of the post. She is Okay. returned in school life, in job career. Okay. ഓക്കെ അലോന കണ്ട ഇതിപ്പോ നമുക്ക് ആദ്യം കേട്ട് കഴിയാനും തോന്നും അല്ലേ? ഇല്ലായ്മയിൽ നിന്ന് ബുദ്ധിമുട്ട് പഠിച്ച് പ്രിൻസിപ്പളായ ആളുകളാണ് ഇത്. ഓരോരുത്തരും ഞാനിത് പറയുന്നതിന്റെ പിന്നിൽ പറയിപ്പിക്കുന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് മറ്റുള്ളവർ കേൾക്കണം. കുറച്ച് ആളുകൾ അപ്പോ അത് മറ്റുള്ളവർ കേൾക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷനാണ്. എവിടേക്കോ നിങ്ങളുടെ എല്ലാം മനസ്സ് ഇടക്കിടക്കൊന്ന് ഡൗൺ ആയി പോകുന്നുണ്ട്. ആ ഡൗൺ ആയി പോയി കഴിയുമ്പോൾ ഇതേപോലെ നിങ്ങൾ കേട്ട് കഴിയുമ്പോ ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള ആളുകളല്ലേ, അല്ലാണ്ട് വലിയ പ്രശസ്തരും പ്രഗത്ഭരും നമുക്ക് ചുറ്റുമുള്ള ആളുകള് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളോട് പടപൊരുതി കയറി വന്ന ആളുകളാണ്. പടപൊരുതി കയറി വന്നതാണ്. അപ്പൊ ആ ആളുകളുടെ കഥകളാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാനായിട്ടുള്ള അവസരം കൂടിയാണ്. ഓക്കെ, സുൽഫത്ത് കഴിയാൻ നവീതിയിലോട്ട് വരണ്ട. സുൽഫത്ത് എന്ന് പറഞ്ഞു, who is the most successful person in your circle according to you? According to me, the successful person in my life is my husband. Yes. Okay. But Very good. I don't know him from his childhood. Yes. But the stories from his mother, I mean my mother-in-law, and from my neighbors proved that in my heart that he is really a successful man. Yes. At the childhood, that happened, the sudden demise of his father. Yes. And from that period, the family was on his shoulder. Yes. And he studied from the lower middle class family and now working as a area manager at the Landmark Group of Companies. I'm sure that Yes. the journey was not easy without a father to lead. Yes. And there are a lot to say, but I believe that he's a successful person, and he lead his life as good as now, and they're living happily. Yes. Yes. That's why I believe that he's a successful person. That's all. ഓക്കെ. സുൽഫത്തിന്റെ വാക്കുകളില് സുൽഫത്തിന്റെ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയാ വാക്ക് നമുക്കത് പറയണമെന്നാണ്, ആ പരിഗണന അല്ലെങ്കിൽ ആ പറയാനായിട്ടുള്ള ആ ഒരു തൃഷ്ണ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ. ചിലപ്പോ അതായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആയിരിക്കും. ഓക്കെ. ചാൻസസ് അങ്ങനെ സംഭവിക്കാമല്ലോ, തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം. അപ്പോ സക്സസ്. യെസ്, നവിത CA. നവിത, according to me, who is a successful person that you see in your life? According to me, most successful person is one of my cousin named Tara. She had a miserable Yes. childhood. Her father passed away Yes. at the age of 4. Then her mother had a Yes. small job and she looked after Tara. Later, Yes. because of mother's low salary, she used to teach Yes. tuitions to the younger children. And she Yes. studied very well. Then she scored 5th rank in MSc Max. After that, she got Yes. PhD. Later,
Then she started her career as a assistant professor. Yes. Currently, she's working abroad as a lecturer, and she's making her mother proud and most inspiring person in our family. Thank you, sir. Yes, very good, very good. Okay. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും തോന്നി നമിത ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. പഠിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ വിജയിച്ചു പോയവരല്ല. അത് നമ്മൾ വിചാരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിലാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നത് നിങ്ങളിലാണ്. ഓക്കെ 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 നമിത രസകരമായിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ ആര്യ സുരേഷ്. Thank you, sir. ഓക്കെ 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 ആര്യയുടെ പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകണം. ഓക്കെ ഇനി അടുത്ത എന്താ പറഞ്ഞത് ആര്യ സുരേഷ്. ആര്യ കെ സുരേഷ്. യെസ് ആര്യ ഒരുപക്ഷെ ഗെറ്റിംഗ് റെഡി ആയിരിക്കും. അപ്പൊ ഞാൻ അടുത്ത ആളെ വിളിക്കുന്നത് അത് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയില്. ഹസീന ഹസീന ഹസീന. 5 minutes, sir. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഹസീനക്ക് ഒരു 5 minute കൊടുത്തിട്ടുണ്ട്. അലോനക്ക് നമ്മളൊരു 5 minute കൊടുത്തിട്ടുണ്ട്. ഓക്കെ 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 ശ്രുതി. സാർ ഞാൻ 5 പറഞ്ഞോളൂ. 5 പറഞ്ഞു. സാർ ഞാൻ അലോന വെയിറ്റ് ചെയ്യും. അലോന പറഞ്ഞു. അലോന തുടങ്ങിയ അലോന പറഞ്ഞു. ഓക്കെ ഓക്കെ അലോനല്ല. അപ്പൊ പിന്നെ വേറെ ലച്ചുവാണ് 5 minute കൊടുത്തത്. ഓക്കെ ശരി. 5 പറഞ്ഞോളൂ. 5 പറഞ്ഞോളൂ. one of my cousin brother, he is a successful person in childhood. He's not studied well, but after 12th he studied a X-ray technician. Yes. But his mother dream has a he's become a nurse. Then after the X-ray technician, he went for Rajasthan job. Then he went coming to the Bangalore. When he came the Bangalore, that time his mother got one cancer. Oh. Then that time her mother dream is his mother dream is in he's become a nurse, so that's why he studied a BSc nursing on correspondence with this job. Then when his 4th year result came, he passed and he got all subjects. After 1 month, his mother was died, but now he is working as a nurse. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ ഇവിടെ എല്ലാവരും ഇതിപ്പോ പറഞ്ഞപ്പോ ഓരോരുത്തരും പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞ ഒരു കോമൺ ആയിട്ട് കിട്ടുന്നത് ആദ്യം പഠിക്കാൻ മോശമായിരുന്നു എന്നുള്ളത് പലരും പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ കണ്ടു. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വന്ന ആളുകളാണ് എല്ലാവരും. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ യെസ് മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി. യെസ് ആർക്കെങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാനൊന്ന് പറയാം. എന്റെ മനസ്സിൽ കൊണ്ട ഒരാള് ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരാളുണ്ടെന്ന് പറയാനാണ് അജ്മൽ. യെസ് മസിഹത്ത്. മസിഹത്ത്. ഹലോ സാർ, ഞാൻ പുറത്താണ്. ഓക്കെ 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 സീലിയ ഡിക്കോത്ത. സീലിയ നിങ്ങളിത് പറഞ്ഞു നോക്കൂ. യെസ് ജസീല. ജസീല.
യെസ്. ഞാനിത് ഇങ്ങനെ വെറുതെ പേര് വിളിച്ച് കളയാണല്ലേ. ഞാനിങ്ങനെ വിളിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഓ എത്ര പേരാണ് സാറാ വിളിക്കുന്നത്, ഞാനിനി അങ്ങോട്ട് കയറി പറയാം. ശ്രുതി കെട്ടടി, ശ്രുതി അഖിൽ. ഓക്കെ, എന്നാ ലച്ചു വരൂ. ലച്ചു ഷാജി. ഓക്കെ 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 ലച്ചു. ഓക്കെ 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 ഓക്കെ. ശ്രുതി ഒരു 5 മിനിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഷെമി ബഷീർ. ഷെമി. ഞാനിത് ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ച് സമ്മതിയാണല്ലോ. അന്ന സെബാസ്റ്റ്യൻ. ഷെമി റെഡിയാണ്. ഷെമിയും റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഷെമി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ലച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രുതി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. യെസ്, അന്ന സെബാസ്റ്റ്യൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ കുറിച്ച്, നിങ്ങൾ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നോക്കി കണ്ട ഒരാളെ കുറിച്ച്. അമൃത ടി പിള്ളൈ. അമൃതക്ക് പറ്റും. അമൃത. അമൃത ടി പിള്ളൈ. യെസ്. ഇതിനകത്ത് ഉള്ള മിക്കവരും ഞാൻ വിളിച്ചിട്ട്. ഞാൻ വരുന്നു. അൽഫിയ, ആർ യു റെഡി? നസീജ. യെസ്. എനിബഡി? അപ്പൊ ശ്രുതി തന്നെ പറഞ്ഞോളൂ. സാനിയ. Hi, sir. പറഞ്ഞോളൂ സനിയത. Success has different dimensions, different perspective. Yes. I have met many people in my life who were successful by every aspect, like financially, socially, etc. Yes. For me, that person is my uncle. Yes. He left everything, like social media, her family, friends, isolated himself just to focus on his studies. Yes. But destiny is not his favor. He couldn't make it. Yes. I know he immensely worked hard. Yes. At last, he built a good career despite of all his efforts. Yes. Anything more? Nothing more, sir. Okay, Sanira. Very good. Thank you, sir. Okay. Yes. Sanirakum പറഞ്ഞു വന്നത് ഇപ്പൊ എവിടെയൊക്കെയോ ഒരു ഹൃദയസ്പർശം എന്ന് തോന്നുന്നു. ഓക്കെ. ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി. എന്നാ ലക്ഷ്യം പറഞ്ഞോളൂ. ഓക്കെ ലക്ഷ്യം സ്റ്റാർട്ട് ചെയ്തോളൂ. Hello, sir. പറഞ്ഞോളൂ ലക്ഷ്യം. According to my life, my father and my mother. My mother and my father. Okay.
There was a time when my father did not even have any money to buy me a bike. He Yes. changed from that to okay. Then he worked hard to teach me. Suddenly, I saw to the joy on this face. My father, my mother's when I was studying in 10th class, I got full A plus in everything. Yes. Then my father said money is not most important till in your life. When Yes. I heard happiness news like this, my father's and I was father's heart meet. My father and mother's are she who have made up of life is a success. Yes. Finish. Okay. Okay. Let you. Okay. Your father and your mother, that the successful person that you have seen in your life. Okay. ഇനി ആർക്കെങ്കിലും ഞാൻ ഇനി പറയുന്നില്ല, ആരുടെ പേര് പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും? യെസ്, ഹസീന. ഓക്കെ ഹസീന. ഹസീന പറഞ്ഞല്ലോ അല്ലേ? യെസ്. ഇനി ആർക്കെങ്കിലും പറഞ്ഞോളൂന്നെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങള് പറഞ്ഞോളൂ. ഷെബി ബഷീർ പറഞ്ഞോളൂ. ഷെബി പറയട്ടെ പറഞ്ഞോളൂ. സാർ ഒരു മിനിറ്റ്. കുഞ്ഞ് അതൊന്നും കുഴപ്പമില്ല, നോ ടെൻഷൻ, റിലാക്സ് ചെയ്ത് അവകാശം പറഞ്ഞു. കുഞ്ഞ് സാർ കേക്കാവല്ലോ അല്ലേ? Okay. The most successful person I ever meet my mother's sister. My mother's sister. Okay. She was a good student from young age. Yes. But got married early. Yes. Soon after, she had a child. Yes. But her life did not remain easy for a long. Yes. From the time her child was 1 year, Yes. 1 year old, she started facing hard work. Yes. She did every possible job to make ends meet. Now through her employment job here. Yes. She has bought her own house. Yes. Educate her child and ever sent her Germany for further studies. Yes. Then now she living a comfortable life. Yes. Okay, Shemi. Very good. Okay. ഓരോരുത്തരുടെ ജീവിതത്തിലും സക്സസ്ഫുൾ ആയ പേഴ്സൺ ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട്. Okay. Very good. യെസ്. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ പറയട്ടെ, ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറയട്ടെ. ഞാനപ്പോ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ കണക്റ്റഡ് വിത്ത് ദീപാവലി എന്ന് ഞാൻ പറഞ്ഞതാണ്. ദീപാവലിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 10 മിനിറ്റുള്ള പേരിന്റെ മാർക്കും രേഖപ്പെടുത്തുന്ന ചോദിക്കുന്നത് മാത്രം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ദീപാവലി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ദീപാവലി? സുൽഫത്ത് പറയുന്നത് ലൈറ്റ്. സ്റ്റാർ, ലൈറ്റ്, ജസീല, ഫാത്തിമ, ആദില, ജിത്തു പറഞ്ഞ ഹോപ്പ്. അപ്പൊ ഇറ്റ് ഈസ് ദ റോ ഓഫ് ലൈറ്റ് ആണ്. റോ, ROW, റോ ഓഫ് ലൈറ്റ്. ദിവാലി മീൻസ് ദ റോ ഓഫ് ലൈറ്റ്. Okay. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്. Which language does the word Deepavali come from?
From which language does the word Diwali come from? The word is coming from which language? Sulfat, Sachu, Jasila. Okay, Adira. Correct answer. It is coming from Sanskrit. Okay, Simi. Okay. Correct answer is Sanskrit. 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 Okay, Alicia. Correct. What is the theme, theme of the festival Diwali? What is the theme, theme of the festival Diwali? Diwali എന്ന് പറയുന്ന ഫെസ്റ്റിവലിന്റെ തീം എന്താണ്? Return of Rama to Ayodhya. Yes. ഒന്നും കൂടി ഒന്ന് ലൈറ്റ് ആയിക്കോ. ലൈറ്റുമായി ബന്ധപ്പെട്ട് പറയാം. ഓക്കെ. നമിത കറക്റ്റ് ആണ്. ഏതാണ്ട് അത് തന്നെയാണ്. It is the victory of light over darkness. It is the victory of light over darkness. Okay. അടുത്ത ചോദ്യം ഇതാണ്. What are the lamp, അല്ലെങ്കിൽ name the lamp that we light during the Diwali cold? വേറൊരു പേര് കൂടി ഉണ്ട് ഇതിനകത്ത്. സുൽഫിത്ത്. ഓക്കെ സിമി. ദിയ. ആ വിളക്കിന് പറയുന്ന പേര് ദിയ. ഓക്കെ നമിത, അലീഷ, ആതിര, ലച്ചു, അൽഫിയ, ദിയ. Okay. What are the lamps that we light during the Diwali called Diya? Okay. അടുത്ത ചോദ്യം ഇതാണ്. People decorate their houses with patterns of colors. Diwali time, people decorate their houses with patterns, PATTERNS, patterns of colors. What is it called? Yes. Rangoli. Okay, Alona, Adira, Shemi, Alisha, Navida, Sulfat. Okay. It is what is called a Rangoli. Rangoli. Okay, Alfia. Correct. Okay. Next question is this. How many days are Diwali celebrated? How many days Diwali celebrated? How many days? Okay. 7. So, Abasimi and Alfia. Correct answer. It is 5 days. 5 days. Okay, let you 5 days. Okay. Let you 5 days. Okay. Okay, Anisha. 5 days it is celebrated. Yes. Next. What is the common sweet, SWEET, sweet distributed in Rangoli? Sorry, in Diwali. Sorry, Rangoli alla, Diwali. Yes. Laddu. Alona എന്താ പറഞ്ഞത്? Okay, Namida, Jesse. Laddu. Okay, Alona, Alisha, Divya, Laddu. Simi, Laddu. Laddu is the most common sweet distributed in Diwali. Yes. In which part of India? Is Diwali celebrated as Kali Puja? In which part of India is Diwali celebrated as Kali Puja? സ്ഥലം ഇന്ത്യക്ക് പുറത്താണ്. അല്ല, കേരളത്തിന് പുറത്താണ്. സോറി. ഓക്കെ. സിമി കറക്റ്റ്. ആതിര കറക്റ്റ്. It is in Bengal. Okay, West Bengal. Okay, Sulfat, correct. Very good.
ഓക്കെ ലച്ചു കറക്റ്റ് ആണ്. അടുത്തത്, വാട്ട് ഡു ദ ഫാമിലീസ് ഓഫൺ ബൈ BUY ടു സിംബലൈസ് പ്രോസ്പെരിറ്റി? ദീപാവലി സമയത്ത് what do the families often buy to symbolize prosperity? ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് അവരെ വാങ്ങുന്ന സംഗതി. ഓക്കെ ആതിര, കറക്റ്റ്. അതല്ല സെമി. ഓക്കെ സുൽഫത്ത് കറക്റ്റ് ആണ്. ജസീല കറക്റ്റ് ആണ്. ദേ ആർ ബൈയിങ് ഗോൾഡ്. അവർ വാങ്ങുന്നത് എന്താണ്? ആളുകൾ വാങ്ങുന്നത് സ്വർണമാണ്. ഓക്കെ ലച്ചു, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. യെസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ദിയയില് ദീപാവലി സമയത്ത് ഉപയോഗിക്കുന്ന വിളക്കിന്റെ പേര് നമ്മൾ പറഞ്ഞു ദിയ. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഓയിൽ ട്രഡീഷണലി യൂസ്ഡ് ഇൻ ദിയാസ്? വാട്ട് ഈസ് ദ ഓയിൽ ട്രഡീഷണലി യൂസ്ഡ് ഇൻ ദിയാസ്? നമ്മളങ്ങനെ ഉപയോഗിക്കാത്തൊരു എണ്ണയാണ്. അതല്ല നവീത. റൈസ് ബ്രാൻ. ഓക്കെ ഫാത്തിമ. ഓക്കെ അൽഫിയ. അലോനെ മദനല്ലേ പറഞ്ഞേ? റൈസ് ബ്രാൻ. ഓക്കെ അൽഫിയ. യെസ്. നമ്മൾ കടുകെണ്ണ പറയില്ലേ? യെസ്. ഓക്കെ. അതില ഓക്കെ. ജസീല ഓക്കെ. യെസ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അപ്പോ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് 10 മിനിറ്റ് സമയം ഉണ്ടായുള്ളത് കൊണ്ടാണ് കുറച്ച് 29 ഓക്കെ. അപ്പോ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് അവസരം കിട്ടുമ്പോൾ മാറി നിൽക്കരുത്. പറയണത് തെറ്റിക്കോട്ടെ. തെറ്റുക എന്നുള്ളത് നിങ്ങളൊരു വിഷയമേ ആക്കി എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളിത് പറയുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഒരു പ്രചോദനമാകുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റണം. നിങ്ങൾ ആരെ കുറിച്ചാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് വേണ്ടപ്പെട്ടവരെ. ഓക്കെ സുധി പറഞ്ഞോളൂ. സുധി പറഞ്ഞോളൂ. സുധി പറഞ്ഞോളൂ. Yes. My most successful man is my father. Yes. He is currently studying 4th standard. He Yes. is a carpenter. In his childhood, he more struggled. He have no good dress, good food, good house. Yes. When he grew up, he renovated his house. Yes. Anything more, Sudeep? He was 25 years old. He built that Yes. other house. And Yes. 24 years old. Yes. My mother, and also Yes. look his parents. Then after Yes. his sister wedding was held, its debt was being paid. Yes. Then the house sold and bought another big house. Only kitchen and bathroom was finished. Then after long time he finished fully. Then my wedding held. Became a grandfather at the age of 50. Yes. Now he built second floor fully furnished. Yes. My father is my best mate.
Yes. So this father was a very hardworking man. So that is why Sruti sees her father as the most successful person in her life. Okay, Sruti. പറഞ്ഞോളൂ ശ്രുതി, കുറച്ച് മലയാളത്തിൽ പറഞ്ഞോളൂ. ശ്രുതിയുടെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞോളൂ. അല്ല സാർ എഴുതുമ്പോ കിട്ടും, പക്ഷെ പറയാനൊട്ട് കിട്ടണില്ല. ഓക്കെ ഓക്കെ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. കുഴപ്പമില്ല. യെസ്, ഓക്കെ. നോ പ്രോബ്ലം. അപ്പൊ ഐ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ intimacy between Sruthi and with your father, in between you and your father. Okay, that we can understand it. So, ഒരിക്കൽ കൂടി നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അടുത്തൊരു ടെൻസും വീണ്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, we will meet in the next class. Okay, bye.